ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, സൂറത്തുൽ ബഖറയിലെ ആയത്തുണ്ടല്ലോ. ശൈത്താനിന്റെ വസ്വാസിൽ നിന്ന്, അവന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ നീ അധികമായിട്ട് ഓതണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിനോട് കാവലിന്, ഇബ്ലീസിനെ തൊട്ട് കാവലിന് ചോദിക്കേണ്ട 3-ാമത്തെ സ്ഥലം ബാത്റൂമിൽ കയറുമ്പോൾ 4 ഭക്ഷണം കഴിക്കുന്ന സമയം. ഭക്ഷണം കഴിക്കുന്ന സമയം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. കാരണം ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ആ പാത്രത്തിൽ ഇബ്ലീസ് വന്ന് കൈയിട്ട് വാരി തിന്നുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയും മക്കളും ഇരിക്കുമ്പോൾ ആ പാത്രത്തിന്റെ അകത്ത് ബിസ്മി പറയാതെ കഴിച്ച ഇബ്ലീസ് കൂടെ വന്നിരുന്ന് വാരി തിന്നും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചോറും തിന്നിട്ട് നമുക്കെതിരെ കളിക്കും, നമ്മുടെ ചോറ് കഴിച്ചിട്ട് നമുക്കെതിരെ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. നിങ്ങൾ അഊദും ബിസ്മിയും പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5-ാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം നിങ്ങൾ അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. നിന്റെ കുടുംബ ജീവിതത്തിൽ പോലും നിന്റെ ഭാര്യയും നീയും നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും ആ ഇബ്ലീസിനെ തൊട്ട് നീ കാവലിനെ ചോദിക്കണം. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താനി. ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറയേണ്ട ദുആ വരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും, എന്താണ് നീ ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നേ? പാപ്പ തന്നെ ചോദിക്കാമോ? മകനോട് ചോദിക്കുന്നു, നീ എന്താടാ ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നേ? പിന്നെ അവൻ ശൈത്താന്റെ സ്വഭാവം അല്ലാതെ ആരുടെ സ്വഭാവം കാണിക്കണം? നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ല. ആരെങ്കിലും ഒരാൾ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താൻ അവിടെ കയറി വരും. പിന്നെ മകനെ നോക്കിയിട്ട് ശൈത്താന്റെ മോനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വിരിപ്പിൽ പോയിരുന്ന് നിങ്ങൾ ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ 2 സൂറത്തുകൾ, ഈ 2 ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഫഖാല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഖാല അവലൈത ഇലാ ഫിറാശിക ഫഖറഉ ആയത്തുൽ കുർസി ലം യസാലു അലൈക മിനല്ലാഹി ഹാഫിള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കിടക്കയുടെ വിരിപ്പിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം, നിനക്കത് മതിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആയത്തുൽ കുർസി കയറി ഇരുന്നിട്ട് കിടപ്പറയിലേക്ക് പോകുമ്പോൾ നിന്റെ കട്ടിലിൽ, നിന്റെ മണിയറയിൽ, നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് നീ ആയത്തുൽ കുർസി ഓതണം. മഹാനായ ഇബ്നു മസ്ഊദ്, മഹാനായ അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹാതൈനി അൽ ആയത മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തുൻ കഫാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കിടപ്പറയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഈ 2 ആയത്തുകൾ നീ ഓതിയാൽ നിനക്ക് ആ രാത്രി അത് മതിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര ഗൗരവത്തോടു കൂടിയാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നു കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, കിടന്നു കഴിഞ്ഞാൽ ഇബ്ലീസിന് കയറിയിരിക്കാനുള്ള സൗകര്യം ഒരിക്കലും നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മളുടെ ഭാര്യമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിടന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കപ്പ മടക്കി വെക്കണം. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ കിടന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ പെണ്ണുങ്ങൾ വിരിപ്പ് മടക്കാറില്ല. 8 മണിയായാലും 9 മണിയായാലും അവിടെ തന്നെ അവസാനം നമ്മൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ മടക്കുന്ന ഒരു സ്വഭാവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ പോലും ഇബ്ലീസ് കയറിയിരിക്കുമെന്ന, നമ്മുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ പോലും അവൻ കയറിയിരിക്കും, നമ്മുടെ വിരിപ്പുകൾക്കകത്ത് അവൻ കയറിയിരിക്കും. അതുപോലെ തന്നെ ബെഡ്റൂമുകൾ തൂക്കാതെ വാരാതെ പെണ്ണുങ്ങൾ രാത്രിയാ തൂക്കുന്ന വീട്, രാത്രിയാണ് വീട് തൂക്കുന്നത്. പണ്ടുള്ള ഏതെങ്കിലും പെണ്ണ് വൈകുന്നേരമായി വീട് തൂത്തു കഴിഞ്ഞാൽ തുണി അലക്കാൻ വിടുവോ? പണ്ടുള്ളവർ മഗ്രിബിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ തുണി പോലും കഴുകാൻ വിടില്ല.
എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്ത് രാത്രിയല്ല തൂക്കേണ്ടത്, ദാരിദ്ര്യം വരുത്തുമെന്ന ഹദീസിന്റെ കിതാബുകളുണ്ട്. കിതാബുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ വിരിപ്പുകൾ നിങ്ങൾ മടക്കി വെക്ക്, നിങ്ങളുടെ വിരിപ്പുകൾ നിങ്ങൾ മടക്കി വെക്ക്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 3 പ്രാവശ്യം നിന്റെ മൂക്കിന്റെ ഉള്ളിൽ വെള്ളം കയറ്റി നീ ചീറ്റണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ മൂക്കിന്റെ അകത്ത് വെള്ളം കയറ്റിയിട്ട് നീ 3 പ്രാവശ്യം ചീറ്റണം. എന്തിന്? അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇസ്തൈഖല അഹദുകും മിൻ മനാമിഹി ഫൽയസ്തൻസിർ സലാസ മർറാ ഫഇന്ന ശൈത്താൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, രാത്രി കാലങ്ങളിൽ ഇബ്ലീസ് നമ്മുടെ മൂക്കിന്റെ ദ്വാരത്തിന്റെ അകത്ത് കയറിയിരിക്കുമെന്ന അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. മൂക്കിന്റെ ദ്വാരങ്ങൾക്കകത്ത് ഇബ്ലീസ് കയറിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ 3 പ്രാവശ്യം മൂക്കിന്റെ അകത്ത് വെള്ളം കയറ്റിയിട്ട് നീ ചീറ്റിയിട്ട് ഇബ്ലീസിനെ പുറത്താക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് സാധാരണ ഒരുത്തനല്ല, അവൻ എല്ലാവരെയും പഠിപ്പിക്കുന്നവനാണ്. അവൻ ആദം നബിയെയും ഹവ്വാ ബീവിയെയും രണ്ടുപേരെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ഇബ്ലീസാ. അല്ലാഹുവേ, ആദം നബിയുടെ മക്കളായ ഹാബീലിനെയും ഹാബീലിനെയും തമ്മിലടിപ്പിച്ചതാരാ? ഇബ്ലീസാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ ആ നൂഹ് നബിയുടെ മകനെയും ഭാര്യയെയും പിഴപ്പിച്ച് കളഞ്ഞത് ഇബ്ലീസാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന സമയത്ത് ഇബ്രാഹിം നബിയെ പിഴപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നാര മകനാറക്കാൻ പോകുന്ന സമയത്ത് ഹാജറ ബീവിയെയും ഇബ്രാഹിം നബിയെയും അവിടെ നിന്ന് പിഴപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം വരുന്ന സമയത്ത് പിഴപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. അയ്യൂബ് നബിയെയും തന്റെ ഭാര്യയെയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിഴപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വ പ്രവാചകന്മാരെയും പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവനാണ് ഇബ്ലീസ്. അവനെ നിങ്ങൾ വിശ്വസിക്കല്ലോ. അവൻ ഏത് കോലത്തിലും നിങ്ങളുടെ മുന്നിൽ കടന്നു വരാ. എത്ര വലിയ കൊലകൊണ്ടനും അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കൂ. അല്ലാഹുവേ, പർസീസ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. 6000 വിദ്യാർത്ഥികളുടെ ഗുരുനാഥനാ. 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മഹാനാ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ അറിയുന്ന മനുഷ്യനാ. പർസീസ എന്ന് പറഞ്ഞാൽ 6000 ശിഷ്യന്മാര്. അല്ലാഹുവേ, 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മനുഷ്യനാ. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചിരുന്ന മഹാനാ. അങ്ങനെ മഹാനായി ജീവിച്ചിരുന്ന ബർസീസയുണ്ടല്ലോ, അല്ലാഹുവേ, കാഫിറായിട്ടാ ചത്തുപോയത്. അവിടുന്ന് കാഫിറായിട്ടാ ചത്തുപോയത്. അതിന്റെ കാരണം എന്തെന്നറിയോ? ബർസീസയുടെ ബർസീസ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന വീടുണ്ടല്ലോ, ആ കൂടാരത്തിന്റെ മുന്നില് ഒരു വലിയ മഹാനിന്റെ രൂപത്തിലാണ് ഇബ്ലീസ് കടന്നു പോയത്. ഒരു ആബിദായ മനുഷ്യന്റെ രൂപത്തില് അതാ ബർസീസയോട് ചോദിക്കുകയാ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരൽപ്പം സ്ഥലം തരുമോ? എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരൽപ്പം സ്ഥലം തരുമോ? ബർസീസ അനുവാദം കൊടുത്തു. ഇബ്ലീസ് രാവും പകലും നിന്ന് ഇബാദത്താ. അല്ലാഹുവേ, ബർസീസ നോക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഒരു മിനിറ്റ് പോലും
പോലും റെസ്റ്റ് എടുക്കുന്നില്ല. 24 മണിക്കൂറും രാവും പകലും ഇബാദത്താ. ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോ ബർസീസ ചോദിക്കുകയാ, എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നില്ല, 24 മണിക്കൂറും നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഇതെങ്ങനാ കഴിയുന്നത്? ഇതെങ്ങനാ നിങ്ങൾക്ക് കഴിയുന്നത്? അതാ എനിക്കും അങ്ങനെയാകണം. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? അല്ലാഹുവേ, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവനൊന്ന് പറഞ്ഞു, ബർസീസ, എന്നെ പോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാതെ 24 മണിക്കൂറും പടച്ചവന്റെ മുന്നിൽ സുജൂദിൽ കിടക്കണോ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണോ? അതിനാകെയുള്ള വഴി എന്തെന്നറിയുമോ? ഒരു വലിയ പാപം ചെയ്താ മതി. ഒരു വലിയ പാപം ചെയ്താ മതി. നീ ഒരു വലിയ പാപം ചെയ്യണം. ആ പാപം ചെയ്തു കഴിഞ്ഞാ നീ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നിന്റെ മനസ്സിലേക്ക് ആ ഓർമ്മ കടന്നു വരും. നിനക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയും, ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരു പാപം ചെയ്യണം. ഇബ്ലീസ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബർസീസ് ചോദിച്ചു, ഞാൻ എന്ത് പാപമാ ചെയ്യേണ്ടത്? ആ കാണുന്ന കള്ള് ഷാപ്പിൽ പോയിട്ട് നീ ഒരു മുടക്ക് കള്ള് മേടിച്ചു കുടിക്കണം. ബർസീസ് പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അത് വൻ പാപമാണല്ലോ. കള്ള് കുടിക്കുന്നത് അല്ലാഹു പൊറുക്കാത്ത പാപമാണല്ലോ. ബർസീസയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അത് കുടിച്ചിട്ട് നീ തൗബ ചെയ്താ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. പിന്നെ നിന്റെ ഇബാദത്തുകൾ അധികരിക്കുകയാണ്. അവിടെ നിന്ന് ചരിത്രം പറയുകയാ, ബർസീസ കാണുന്ന കള്ള് ഷാപ്പിലേക്ക് കടന്നുപോയി. 40 വർഷക്കാലം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ബർസീസയുണ്ടല്ലോ, അവിടെ നിന്ന് കള്ള് ഷാപ്പിലേക്ക് കടന്നു പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു കപ്പ് കള്ള് വേണം. അല്ലാഹുവേ, ആ കള്ള് ഷാപ്പിലെ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, കള്ള് കൊണ്ടുവന്ന ബർസീസയുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാ. അവിടെ നിന്ന് ബർസീസ കള്ള് കുടിച്ചു. കള്ള് കുടിച്ചു കഴിഞ്ഞപ്പോ കള്ള് കൊണ്ടുവന്ന പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ. അല്ലാഹുവേ, കള്ള് കൊടുത്ത പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അല്ലാഹുവേ, അവളെന്നെ വ്യഭിചരിക്കുകയാ. ആ പെണ്ണിനെ വ്യഭിചരിക്കുകയാണ്. ആ പെണ്ണിന്റെ ഭർത്താവ് കണ്ടുകൊണ്ട് കയറി വന്നു. ബർസീസയുമായി തല്ലായി. ബർസീസയാ മനുഷ്യനെ തല്ലിക്കൊല്ലുകയാ. മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇബ്ലീസ് വലിയ താടിയൊക്കെ ഇട്ട് ജൊബിയും തുപ്പായൊക്കെ ഇട്ട് വലിയ തഴമ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എനിക്കൂടെ നിസ്കരിക്കാൻ ഇത്തിരി സ്ഥലം തരുമോ? അവിടെ നിന്ന് അനുവാദം കൊടുത്തു. ബർസീസ നോക്കുമ്പോ തീറ്റിയില്ല, കുടിയില്ല, ഉറക്കമില്ല, 24 മണിക്കൂർ നിസ്കാരം. ഇത് കണ്ടപ്പോ ബർസീസ ചോദിച്ചു, ഇതെങ്ങനെ പറ്റുന്നു നിങ്ങളെ കൊണ്ട്? ഇതെങ്ങനാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്? നിനക്കിങ്ങനെ നിസ്കരിക്കണമെങ്കിൽ നീ ഒരു തെറ്റ് ചെയ്യണം. എന്നിട്ട് അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഊർജ്ജമുണ്ടാകും. അവിടെ നിന്ന് പറഞ്ഞു, എന്താ പോയി കള്ളു കുടിക്കാൻ പറഞ്ഞു. പോയി കള്ളു കുടിച്ചു. കള്ളു കുടിച്ചപ്പോ ആ മത്തങ്ങോട്ട് കയറിയപ്പോ കള്ളു കൊണ്ടുവന്ന പെണ്ണിനെ കണ്ടപ്പം കയറി പിടിക്കാൻ തോന്നി. കയറി പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് കയറി വന്നത്. ഭർത്താവുമായിട്ട് അടിയുണ്ടായി. ഭർത്താവിനെ കൊന്നു. 3 പാപം ചെയ്തു. കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, കൊലപാതകം ചെയ്തു. അതാണ് കള്ള്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ നിന്നാ സർവ്വതും തുടങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അവസാനം പട്ടാളക്കാർ വന്ന് ബർസീസയെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലടച്ചു. അവസാനം കൊല്ലാൻ സമയമായി. ബർസീസയെ കൊല്ലാൻ സമയമായപ്പോൾ ഇബ്ലീസ് ചെന്നിട്ട് ചോദിച്ചു, രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, എന്തേ ചെയ്യേണ്ടത്? എൻ്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്താൽ മതി, എൻ്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്താൽ മതി. അവസാനം ബർസീസ സുജൂദ് ചെയ്തിട്ട് കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അവൻ ഏത് രീതിയിലും നമ്മളെ പിഴപ്പിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ പറഞ്ഞത്. പ്രവാചകന്മാരെ പോലും കൊലകൊമ്പന്മാരെ പോലും അവൻ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത്, നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്ക്. ആ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാൻ 3 വഴികൾ. ആ ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 3 വഴികളാണ് പറയുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ആ 3 വഴികൾ പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവെന്ന് അള്ളാഹു പറഞ്ഞ ഇബ്ലീസ്, ആ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 3 വഴികൾ അതുകൂടെ പഠിച്ച് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 9:50 ഇൻഷാ അല്ലാഹ്. ചെയ്തരം കൂടി ഇരിക്കല്ലേ? എന്തോ ഒരു പണക്കമുള്ളതുപോലെ 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു ഇന്നലെ മൈക്ക് പിടിച്ചു, തൊണ്ട നല്ല വേദന. കുറേ നാളുകൾക്ക് ശേഷം ഇന്നലത്തെ മൈക്ക് ക്ലിയർ ആയില്ല, അതുകൊണ്ട് തൊണ്ട മുറിഞ്ഞു. ഉച്ചയ്ക്ക് പെണ്ണുങ്ങളുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് 19ഓളം പെണ്ണുങ്ങളുണ്ടായിരുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ജനുവരി മാസം 2-ാം തീയതിയാണ് സഹോദരിമാരുടെ അടുത്ത ക്ലാസ്. അൽഹംദുലില്ലാഹ് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അവർ തുടങ്ങി. ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളൊക്കെ ഇന്നിവിടെ ക്ലാസ്സിന് വന്ന സഹോദരിമാരൊക്കെ അതിൻ്റെ അഡ്മിൻ ഒരു പ്രായമുള്ള ഉമ്മയാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമുക്ക് ഗ്രൂപ്പില്ലേപ്പാ? ഷൗക്കണ്ണന്റെ പെങ്ങള ഭാര്യ ആരായിരുന്നു ഗ്രൂപ്പിന്റെ അഡ്മിൻ? പെങ്ങളാ? ഇൻഷാ അല്ലാഹ് പെങ്ങളെ കൂടെ കേട്ടാ കേട്ടാ. ഷൗക്കണ്ണ എന്താ ഇന്ന് സിയാറത്ത് വരുന്നില്ലേ? ഇൻഷാ ഷൗക്കണ്ണ ഒരു ചെറിയ പതുങ്ങലില്ലേ? ഷൗക്കണ്ണം പറയുന്നത്, ഉസ്താദെ ഒന്നീ മോൻ അല്ലെങ്കിൽ ഞാൻ, പക്ഷെ സ്വർഗത്തിൽ അങ്ങനല്ലപ്പാ. ഷൗക്കണ്ണന്റെ പെണ്ണുമ്പിള്ളയെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം താത്ത വീട്ടിൽ പോയി നിൽക്കട്ടെ. ഇൻഷാ അല്ലാഹ് സിയാറത്തിന് ഉറപ്പായിട്ടും വേണം. നിങ്ങളില്ലെങ്കിൽ ഒരു രസമില്ലപ്പാ. ഷൗക്കണ്ണൻ നല്ല പാട്ട് പാടും കേട്ടാ, നല്ല പാട്ടൊക്കെ പാടാൻ. അൽഹംദുലില്ലാഹ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോ ചെറിയ മിസ്റ്റേക്കുകളൊന്നുമല്ല ഷൗക്കണ്ണൻ. ഇൻഷാ അല്ലാഹ് പാവട്ടെ. അൽഹംദുലില്ലാഹ് എന്ത് കാര്യത്തിന് ഓടിച്ചാടി നടക്കും. അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വർഗത്തിലും അദ്ദേഹത്തിന് ഓടിച്ചാടി നടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. മോൻ വന്നില്ലേ? ഇത് മോനില്ല, പക്ഷെ ഷൗക്കണ്ണൻ്റെ മോൻ വന്നില്ലേ? വന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും സിയാറത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനുണ്ട്. ശൈത്താൻ വന്ന് തടകിയിട്ട് പറഞ്ഞ് ഇപ്പം പോണ്ടാന്ന്. 35 പേരുണ്ടായിരുന്നു, ഇപ്പം 25 വരെ എത്തി. ഇനിയിപ്പോൾ എത്ര പേരാണെന്നറിയില്ല. എന്തായാലും വണ്ടി വിളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പോകേണ്ടവരൊക്കെ വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊവ്വാഴ്ച രാവിലെ പുള്ളി തിരിച്ചെത്തിയേക്കാം. ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച രാത്രി തന്നെ നമുക്ക് തിരിച്ചെത്തണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ പോവല്ലേ? ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്ക്ക് പ്രതിഫലമുണ്ട്. പറഞ്ഞോ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാം. 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ആ ഇബ്ലീസിന്റെ ചതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 1ാമത്തെ വഴി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ഉറപ്പിക്കലാണ്. നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കലും അല്ലാഹുവേ തഖ്വയുമായിട്ടുള്ള ജീവിതമുണ്ടല്ലോ, ഈ ജീവിതത്തിലൂടെ നമുക്ക് ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയും. ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും സഹോദരാ. അതിനേറ്റവും വലിയ ഉദാഹരണം ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ തഖ്വ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുകയാ. എന്തെങ്കിലും പാപങ്ങൾ ചെയ്ത് ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്ലീസ് എങ്ങനെയെങ്കിലും തടകും. അളിയ വാടാ, എന്തെങ്കിലും പാപം ചെയ്യുന്നതിന് വേണ്ടി ഇബ്ലീസ് നമ്മളെ തടകി നമ്മുടെ മനസ്സിനെയൊക്കെ റെഡിയാക്കി കൊണ്ടുപോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അള്ളാന്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരും. അള്ളാന്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരും. അതുകൊണ്ടാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കരിച്ചിട്ട് ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോകുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ ഒളിഞ്ഞിരുന്നിട്ട് ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞുടാ, എൻ്റെ മോഹം ഒന്ന് സാധിച്ചതാടാ, എൻ്റെ മോഹം ഒന്ന് സാധിച്ചതാ. ഒരു നിമിഷം അവനൊന്ന് പതറി, ഒരു നിമിഷം അവനൊന്ന് പതറി. പക്ഷേ ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു, ബോധം കെട്ട് താഴെ വീണു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ തഖ്വയുള്ള ഒരു ജീവിതം നിങ്ങൾ നോക്ക്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളുടെ ജീവിതം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങളുടെ ജീവിതം എങ്ങനായിരുന്നു എന്ന് ആ കാട്ടറബികളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു ഉമർ മുസ്ലിമായെന്ന്. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞത് ആ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, പക്ഷേ ഖത്താബിന്റെ മകൻ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അതായിരുന്നു ഉമർ. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ഉമർ വരുന്ന വഴിയിലൂടെ പോലും ശൈത്താൻ വരില്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേ, ഉമർ നടന്നു വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും അല്ലാഹുവേ ഓടിക്കളയും. അതെന്തായിരുന്നു സഹോദരൻ? അവിടെയാ ചിന്തിക്കണ്ടേ. ഉമർ നബിയൊന്നും അല്ലല്ലോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നമുക്കറിയാം. ആ ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും അതാ അല്ലാഹ് പറഞ്ഞേ എനിക്ക് ചില അടിമകളുണ്ടെന്ന്. അല്ലാഹ് അതാ പറഞ്ഞേ എനിക്ക് ചില അടിമകളുണ്ട്. നീ അവനെ കണ്ട ഓടൂന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അള്ളാഹു പറഞ്ഞു എനിക്ക് ചില നല്ല അടിമകളുണ്ട്, നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ, നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വരുന്ന വഴിയിൽ കൂടെ പോലും ഇബ്ലീസ് വരത്തില്ലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അത്രയും പേടി ഇബ്ലീസിന്, അത്രയും പേടി. സഹോദര, ഈമാൻ അങ്ങട്ട് ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിന്റെ ഹൃദയത്തിൽ വന്നാ ഇബ്ലീസ് നിന്നെ പിഴപ്പിക്കാൻ നോക്കിയാൽ ഓൻ തന്നെ ഇട്ടിട്ട് പോകും, ഓൻ തന്നെ നിന്റെ മുന്നിൽ തോറ്റുപോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, ശപിക്കപ്പെട്ട ഇബ്ലീസിനെ പരാജയപ്പെടുത്താനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? നിന്റെ വിശ്വാസത്തിന് നീ ഉറപ്പിക്കലാണ്. തഖ്വയുള്ള ജീവിതം കൊണ്ട് നിനക്ക് ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ജീവിക്കൂ. ഏത് പാപം ചെയ്യുമ്പോഴും നീ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കൂ. ഇതെല്ലാം കാണുന്നവരല്ലയുണ്ട്, ഇതെല്ലാം ചോദിക്കുന്നവരല്ലയുണ്ട്. പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവനാണല്ലോ. അല്ലാഹുവിന്റെ നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ. വൃത്തികേടുകൾ ചെയ്യുമ്പോ, മോശമായത് സംസാരിക്കുമ്പോ, മോശമായത് കാണുമ്പോ, മോശമായത് പറയുമ്പോ, മോശമായത് പിടിക്കുമ്പോ, മോശത്തിലേക്ക് നടക്കുമ്പോ ചിന്തിക്കണമല്ലോ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചുപോയാൽ എന്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകുമല്ലോ. വൃത്തികേടുകളെ പടച്ചവനെ, ചങ്ങനക്കുടം കാണുന്നതിന് വേണ്ടി ബൈക്കിൽ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിലെന്നാട് വഴിയിലൊന്ന് വണ്ടി തട്ടി വീണുപോയാ ും പോയല്ലോ. ചിന്തിക്കുന്നവരെ പ്രകാരാ മോശമായ കാര്യങ്ങളിലേക്ക് പോകുന്ന വഴിയിലാണ് നിന്റെ മരണമെങ്കിലും നിനക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കൂ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ കുറിച്ച് ഭയന്നു കഴിഞ്ഞാൽ ശൈത്താനെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അല്ലാഹു തന്നെ ഓർമ്മ തന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. രണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി എന്താ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون.
ഇബ്ലീസിനെ പരാജയപ്പെടുത്താനുള്ള രണ്ടാമത്തെ വഴി നമസ്കാരമാ. പേടിയാടാ ചെറുപ്പക്കാരാ, ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പേടി എന്തെന്നറിയണോ? സുജൂദ് ചെയ്യുന്നത് ഇബ്ലീസിന് പേടിയാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് തന്റെ അടിമ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത്. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാ ആ മനുഷ്യൻ അടിമകൾ സുജൂദ് ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കാരം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ നമസ്കാരം ഇബ്ലീസിനെ പരാജയപ്പെടുത്തുന്ന കാര്യമാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ പറഞ്ഞ് പള്ളിക്കകത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് വന്ന് നമസ്കരിക്കുന്നത്. നമസ്കാരം കഴിഞ്ഞു പോകുമ്പോ സ്വഹാബത്ത് പറയും, നബിയേ യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരൻ മോഷണം നടത്തുന്നവനാ, ആ ചെറുപ്പക്കാരൻ കള്ളനാണ് നബിയേ. റസൂലുള്ള പറഞ്ഞു, വിട്ടേക്ക് സഹാബാ, ഇന്ന സ്വലാത്ത, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നമസ്കാരം ആ മനുഷ്യനെ നന്നാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കഴിക്കാൻ ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുക. ഇത് കണ്ടപ്പോ സഹാബികൾ പറഞ്ഞു, നബിയെ കള്ളനാ നബിയെ, ആ ചെറുപ്പക്കാരൻ മോഷ്ടിക്കുന്നവനാ നബിയെ. നബി പറഞ്ഞു, വെറുതെ വിട്ടേക്കാൻ, എന്റെ നിസ്കാരം ഉണ്ടല്ലോ നേരെയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം നിസ്കാരം ഏത് മോശമായവനെയും ഒരു ദിവസം നന്നാക്കും. അള്ളാഹു നമ്മളെയും നന്നാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് പരാജയപ്പെട്ടു പോകും. നിങ്ങൾക്ക് ചരിത്രം കാണാം. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളി വന്നപ്പോൾ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു. പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. ഒറ്റ വഖത്തല്ല, ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ നമ്മുടെ എത്ര സുബഹി പോയിരിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് വല്ല വേദന ഉണ്ടോപ്പാ? എടാ, നമ്മൾ എത്രയോ സുബഹി ഉറങ്ങി തീർത്തിരിക്കുന്ന, ചുമ്മാതിരുന്ന് തീർത്തിരിക്കുന്ന, നിസ്കരിച്ചിട്ടില്ല. ഈ സഹാബിയുടെ ഒരു റക്അത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. വന്നപ്പോഴത്തേക്ക് ഇമാമ സുജൂദിൽ പോയി. പടച്ചവനെ, ഈ സഹാബി കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് വേദനിച്ച് ഈ സഹാബി ഇങ്ങനെ നടക്കുക. കുറെ കാലം കൊണ്ടേ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുക. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ സങ്കടം, എന്റെ ഒരു റക്അത്ത് പോയല്ലോ, എന്റെ ഒരു സുബഹിയുടെ ഒരു റക്അത്ത് പോയല്ലോ. ഇങ്ങനെ ഈ ചങ്ങാതി കരഞ്ഞുകൊണ്ട് നടക്കുക. ഈ സഹാബി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു. അങ്ങനെ ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ ഒരു 12 മണിയെല്ലാം കഴിഞ്ഞ് വെളുപ്പാങ്കാലത്തിനോട് അടുത്ത സമയത്ത് ഈ സഹാബി യാത്ര കഴിഞ്ഞിങ്ങനെ വരികയാ. അപ്പൊ ചിന്തിച്ചു, അല്ലാഹുവേ, വീട്ടിൽ പോയാൽ കടന്നുറങ്ങിപ്പോകും, നിസ്കാരം പോകും. നേരത്തെ ഒരു റക്അത്ത് തന്നെ പോയപ്പോ വല്ലാത്ത പ്രയാസം, അതിന്റെ വേദന മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ച്, ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ നിസ്കാരം ചിലപ്പോൾ ഉറങ്ങിപ്പോകും, അതുകൊണ്ട് പോകുന്നില്ല. പള്ളിയുടെ സൈഡിൽ തന്നെ കടന്നു. പള്ളിയുടെ പുറത്തൊരു മരുഭൂമിയിലെ പള്ളിയുടെ പരിസരത്ത് തന്നെ മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു കടന്നു. നല്ല ഉറക്കം കഴിഞ്ഞപ്പോ ഉറക്കത്തിൽ ഇങ്ങനെ കടക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റു. ആരാ ബാങ്ക് വിളിക്കണേ? ഈ സമയത്ത് ആരാ എന്നെ വിളിക്കണേ? ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടില്ല. പിന്നെ ആരാ അല്ലാഹ് ബാങ്ക് വിളിച്ചേ? അപ്പൊ നോക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഞാനാ വിളിച്ചേ. നീ ആരാടാ? ഞാൻ ഇബ്ലീസ. എടാ, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഇബ്ലീസ് സാധാരണ ചെയ്യുന്ന എന്താ? നിസ്കരിക്കാൻ വിടുവോ? താരാട്ട് പാടിയിട്ട് ഉറക്കമല്ലേ ചെയ്യാ? ഇല്ലേ മനുഷ്യന്മാരെ? നമ്മളെ സുബഹിക്ക് നിസ്കരിക്കാൻ ഇബ്ലീസ് വിളിച്ചുവിടുവോ? വിളിച്ചുവിടുന്നില്ല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത് നിന്ന് ബാങ്ക് വിളിച്ചു. ചാടി എഴുന്നേറ്റു. അപ്പൊ ചോദിച്ചു, ബാങ്ക് വിളിക്കാൻ സമയമായില്ലല്ലോടാ, പിന്നെന്തിനാ നീ എന്നെ വിളിച്ചുണർത്തിയേ? നീ ഇബ്ലീസല്ലേ? നീ ഇതൊന്നും ചെയ്യാത്തവനല്ലേ? അപ്പൊ പറഞ്ഞത്, നീ അന്നൊരു റക്അത്ത് വിട്ടതിന്റെ പേരിൽ കരഞ്ഞ് ദുആ ചെയ്ത് നീ അല്ലാഹുടെ മുന്നിൽ ഒരുപാട് സ്ഥാനമെത്തി. ഇനി ഇതും കൂടെ മുടങ്ങിയിട്ട് വേണം, നിന്നെ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂലെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഈ സഹാബി കരഞ്ഞ് അള്ളാന്റെ അടുക്കലെത്തി. ഒരുപാട് ദറജ അള്ളാഹു കരഞ്ഞു കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് സ്ഥാനം അള്ളാഹു കൊടുത്തു. ഇനി ഈ വക്കത്തും കൂടെ മുടങ്ങിപ്പോയാൽ നീ പിന്നെ പിടിച്ചാൽ എനിക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് ഏറ്റവും നല്ലത് നീ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചുവിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇതുപോലൊരു ചരിത്രം മസ്ജിദ് നബവിക്കകത്ത് നോക്കുമ്പോ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാ.
ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ ഇബ്ലീസ് പോയിട്ട് വിളിക്കുന്നുണ്ടാ, ചങ്ങാതി എഴുന്നേറ്റ് നിസ്കരിക്കണം, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കടാന്ന് പറഞ്ഞ് ഇബ്ലീസ് വിളിച്ചുണർത്തുകയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോട് കൂടി ചോദിച്ചു, നീ എന്തിനാ അവനെ വിളിച്ചുവിട്ടെ? തഹജ്ജുദ് നിസ്കരിക്കുന്നത് തന്നെ മുടക്കാനല്ലേ നീ നോക്കുന്നത്? എന്തിനാണ് ഈ മനുഷ്യനെ വിളിച്ചു വിട്ടെന്ന് ചോദിക്കുമ്പോ, അല്ലാഹുവേ ഇന്നലെ ഇവൻ കിടന്നുറങ്ങി, ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിക്റും നിസ്കാരവും ദുആയും ആയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ഉറങ്ങിപ്പോയതിന്റെ പേരിൽ അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു ഒരുപാട് നിസ്കരിക്കുകയും ചെയ്തു. അള്ളാഹ് ഇവന്റെ എല്ലാ പാവവും പുറത്തു കൊടുത്തു. അപ്പൊ പിന്നെ ഇന്നും മുടങ്ങിയ ഇവൻ അതിനേക്കാളും നല്ല നിസ്കരിക്കല, വിളിച്ചു വിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ ചരിത്രങ്ങൾ. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു, അബൂ ഹനീഫ തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കുറച്ചു പൈസ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു, എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല, വല്ല ദിക്റും വല്ലതും ഉണ്ടോ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, നേടാ ചങ്ങായി, ഫിഖ്ഹിന്റെ മസല വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, എനിക്കിതൊന്നും അറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല തങ്ങൾ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ, നീ പോയി നിസ്കരിക്കടാന്ന് പറഞ്ഞു. നീ പോയി നിസ്കരിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പോയി ഒതുവെടുത്തിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിൽ ഇങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുത്ത്, ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന്, നിന്റെ പൈസ ഇന്ന സ്ഥലത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ പോയി പൈസയും എടുത്തുകൊണ്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിച്ചു, തങ്ങളെ നിസ്കരിച്ചാൽ കിട്ടുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞെന്ന്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, നീ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കും. അപ്പൊ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇബ്ലീസിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തേന്ന്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അങ്ങനല്ല, കൈകെട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടാനുള്ളത് ഓർമ്മ വരും. ഒരു സാധനം മറന്നു വെച്ചുപോയി, ആരോ ചോദിച്ച് താക്കോൽ എവിടെ വെച്ച് മറന്നുപോയി, മനസ്സിലാവുന്നില്ല, നീ കൈകെട്ടി 2 റക്അത്ത് നിസ്കരിക്കാൻ ഓർമ്മ വരും. അതങ്ങനെ സഹോദരങ്ങളെ, കാരണം ഇബ്ലീസിന് ഇഷ്ടമില്ലാത്ത കാര്യമാ സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യുമ്പോ ഇബ്ലീസിന്റെ നെഞ്ചു പിളരും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന വഴിയാണ് കസറത്തു സുജൂദ്, സുജൂദുകൾ അധികരിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുക. ഇബ്ലീസിനെ പരാജയപ്പെടുത്തുന്ന കാര്യം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 1ാമത്തെ കാര്യം, ഈമാൻ ഉറപ്പിക്കണം, അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിക്കണം, തഖ്വയുള്ള ജീവിതം. 2, 5 നേരത്തെ നിസ്കാരം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് നിസ്കരിക്കണം, നേരത്തെ കാലത്ത് പോയി കിടന്നുറങ്ങണം, സുബഹിയൊക്കെ ഖളാ ആക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കും. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? കാന അടിച്ചിട്ടല്ല, ചോറുണ്ടിട്ടല്ല. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖീലു ഫഇന്ന ശൈത്താന ലാ യഖീലു ഖാല നബിയുനാ റസൂലുള്ളാഹി. ഉച്ച സമയത്ത് ഒരു ഉറക്കമുണ്ട്. നമ്മൾ എപ്പോഴാ ഉറങ്ങുന്ന? സുബൈക്ക് ശേഷമുള്ള ഉറക്കം അത് നിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഉറക്കമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ ഈ ളുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു ഉറക്കമുണ്ട്. ഉറങ്ങിയിട്ടുണ്ടാ? ളുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉച്ച സമയത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഞങ്ങൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ഏകദേശമുള്ള എല്ലാ കോളേജുകളിലും 11:30 ക്ലാസ് കഴിയും. 11:30 പിന്നെ ബാങ്ക് വിളിക്കുന്നത് വരെ ഉറക്കമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉച്ച ഉറക്കം നല്ലതാണ്. നിങ്ങൾ ഉച്ച ഉറക്കം നിങ്ങൾ ഉറങ്ങണം. കാരണം ഫഇന്ന ശൈത്താന അല്ലാ യഖീലു, ആ സമയത്ത് ഇബ്ലീസ് ഉറങ്ങാത്ത സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസ് ആ സമയത്ത് ഉറങ്ങാനില്ല, അപ്പോൾ ഇബ്ലീസ് ബിസിയിലാണ്. അതുകൊണ്ട് ആ സമയത്തുള്ള ഉറക്കം, ഉച്ച സമയത്തുള്ള ഉറക്കം നല്ലതാ. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം, അസറിന് ശേഷമുള്ള ഉറക്കം അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്നതാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കളൊക്കെ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ അസറിന് മുമ്പ് ഇത്തിരി ഉറക്കം അല്ലേ? മഗ്രിബിന്റെ മുമ്പ് വരെ ഉറങ്ങേണ്ട സമയമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അത് ഇബ്ലീസിനെ വല്ലാതെ വേദനിപ്പിക്കും. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പുറത്താ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. അതുകൊണ്ടാണ്
പഴയ ആൾക്കാർ വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് പോകുന്നത്. കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി ചുറ്റുഭാഗം മുഴുവനും വളയം ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. കാരണം മരണമല്ലാതെ വേറൊന്നും നിന്നെ തേടി വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി, അതാ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതി ഊതാൻ പറയുന്നത്. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ആയത്തുൽ കുർസി ഓതി ഊതാൻ പറയുന്നത് വെറുതെ അല്ല. മരണമല്ലാതെ വേറൊന്നും വരില്ല, ഒരു ശൈത്താനും വരില്ല, ഒരു ഇടജന്തുവും വരില്ല. ആയത്തുൽ കുർസി, അതാണ് വലിയ മഹത്വം. ഇത് പറഞ്ഞത് ഇബ്ലീസ് തന്നെയാ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ കാണാം, അമാനത്ത് ഗനീമത്ത് സ്വത്ത്, അമാനത്തിന്റെ സ്വത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി, കാവൽ നിൽക്കുന്നതിന് വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ കാവൽക്കാരനായിട്ട് നിർത്തി. രാത്രി നോക്കുമ്പോ ഒരാൾ പതുങ്ങി വന്നിട്ട് വാരുകയാ. ഉടനെ അബൂ ഹുറൈറ തങ്ങൾ കയറി പിടിച്ചു. ബാ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോകാം, കള്ളനാണല്ലോ, ശിക്ഷ മേടിച്ചു തരാം. അബൂ ഹുറൈറ, പാവപ്പെട്ടവനെ എന്നെ വെറുതെ വിടണം, എന്നെ വെറുതെ വിടണം, എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ, ഗതികേട് കൊണ്ട് വന്നതാ അബൂ ഹുറൈറ. ഉടനെ പറഞ്ഞു, എന്നെ ഇട്ടിട്ട് പോ, നിന്നെ വിട്ടേക്കൊന്ന്. വെറുതെ വിട്ടു. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ വന്ന് മോഷണം നടത്തി. അപ്പോഴും പിടിച്ചു, അപ്പോഴും കരഞ്ഞു. അബൂ ഹുറൈറ പാവപ്പെട്ട സ്വഹാബിയ, പട്ടിണി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടപ്പോൾ വെറുതെ വിട്ടു. പക്ഷേ മൂന്നാമത്തെ ദിവസവും വന്നു. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ 2 പ്രാവശ്യം വിട്ടതാ, ഇനി വിടൂല, ഇനി നീ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല. ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി അബൂ ഹുറൈറ എന്നെ വെറുതെ വിടില്ല എന്ന്. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം. കാരണം അബൂ ഹുറൈറയ്ക്ക് ഇൽമെന്ന് പറഞ്ഞ വലിയ മഹബ്ബത്താ. ഞാൻ നിനക്കൊരു അറിവ് പറഞ്ഞു തരാം, ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ ഇബ്ലീസിന്റെ ശല്യം മാറും. ഈ ഒരൊറ്റ ആയത്ത് നീ ഓതിയ ഇബ്ലീസിന്റെ ശല്യം മാറും. അബൂ ഹുറൈറ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, മനുഷ്യനെ വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, കള്ളനെ നീ വെറുതെ വിട്ടു ഇല്ലേ? നബിയെ 2 പ്രാവശ്യം അവൻ കരഞ്ഞപ്പോൾ വെറുതെ വിട്ടു. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചതാ. പക്ഷെ അവൻ എനിക്കൊരു അറിവ് പറഞ്ഞു തന്നു നബിയെ. അവൻ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു. അത് ഓതിക്കഴിഞ്ഞാൽ ഈ ശൈത്താന്റെ ഉപദ്രവം മാറുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയുമോ? എനിക്കറിയില്ല നബിയെ, അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് ഈ അറിവ് പറഞ്ഞു തന്നാരാ? ഇബ്ലീസാ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു കൊടുത്തത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത്, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഏതെങ്കിലും മനുഷ്യന് പാരായണം ചെയ്താൽ ശൈത്താന്റെ ഉപദ്രവം മാറും. നിന്റെ വീട്ടിലോത്, നിന്റെ വാഹനത്തിലോത്, നിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സമയത്തോത്, നീ വീട് പൂട്ടിയിട്ട് പോകുമ്പോ ഓത്, നിന്റെ വാഹനത്തിനകത്ത് കയറുമ്പോ, നിന്റെ കടക്കകത്ത് കയറുമ്പോ, നീ കടയടയ്ക്കുമ്പോ, കച്ചവടത്തിന്റെ സമയത്ത് ഈ ആയത്ത് നീ ഓത്. ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ. അതുകൊണ്ട് നീ ആ ഇബ്ലീസിനെ നീ വല്ലാതെ പേടിക്കണം, നീ അവനോട് യുദ്ധം ചെയ്യണം. മഹാനായ ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്നത്, ജനങ്ങൾ മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വെക്കുകയാണ്. അവർ പരസ്പരം അക്രമവും കൊലയും നടത്തുകയാണ്. ഞാനപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് കാണുന്നത്, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. ശത്രുവുണ്ടാക്കുന്നത് ഇബ്ലീസാണ്. അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അതുകൊണ്ട് ഉസ്താദേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണെന്ന്. അവനാണ് ശത്രുത പരത്തുന്നത്, അവനാണ് മനുഷ്യനെ നരകത്തിലെത്തിക്കുന്നത്, അവനാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ. അങ്ങയിൽ ഞാൻ പഠിച്ച 7ാമത്തെ അറിവ് ഇതാണെന്ന് മഹാനായ ഹാത്തിമുൽ ഹസൻ തങ്ങൾ പറയുമ്പോ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാണ്. അവനെ പരാജയപ്പെടുത്തണേ, അവന്റെ ചതിയിൽ പെട്ടുപോകരുത്, അവന്റെ ചതിയിൽ നിന്ന് പെട്ടുപോകരുത്. അവൻ ഓരോ ദിവസവും നിന്ന ചാരത്ത് കടന്നു വരികയാണ്. ഒരു ദിവസം പോലും പാഴാക്കാതെ എന്റെ പ്രിയമുള്ളവരെ, ഏതുവരെയെന്നറിയുമോ? ഏതുവരെ
വരെയാണ് ഇബ്ലീസ് നമ്മുടെ ചാരത്ത് വരുന്നതെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, സകറാത്തിന്റെ അവസ്ഥയിൽ ഞാനും നിങ്ങളും മരണത്തോട് കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നമ്മളെ വെറുതെ വിടുന്നില്ല, അവൻ നമ്മളെ വെറുതെ വിടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, മരണത്തിന്റെ സമയത്ത് ഞാനും നിങ്ങളും സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, മരണത്തോട് വെല്ലുവിളിച്ചതിന് കിടക്കുമ്പോ, ആ സമയത്തിന് ശപിക്കപ്പെട്ട ലാനത്താക്കപ്പെട്ട ഇബ്ലീസുണ്ടല്ലോ, അവന്റെ അനുയായികളും കടന്നു വരികയാണ്, തന്റെ മക്കളും കടന്നു വരികയാണ്. മരണത്തോടെ മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാരത്ത് കടന്നു വരികയാ. ആ സമയത്താണ് നമ്മുടെ ചാരത്തിരുന്നിട്ട് നമ്മുടെ മക്കളെ പറഞ്ഞു വരുന്ന പറവിപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സഹാബത്തുകളിൽ എവിടെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവര്, ആ സമയത്ത് ശപിക്കപ്പെട്ട ലാനത്താക്കപ്പെട്ട ഈ വൃത്തികെട്ടവനുണ്ടല്ലോ, ആ മരിക്കാൻ കിടക്കുന്ന നമ്മുടെ ചാരത്തില് നിന്നെ മരിച്ചുപോയ വാപ്പയുണ്ടല്ലോ, നീ വല്ലാതെ സ്നേഹിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ, മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തില് നമ്മുടെ ചാരത്ത് വരികയാണ്. കയ്യിൽ വെള്ളം പിടിച്ചിട്ടുണ്ട്, കയ്യിൽ വെള്ളം പിടിച്ചിട്ടുണ്ട്, ചുണ്ടിന്റെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവൻ പറയുന്നു, മോനെ വാപ്പയാ പറയുന്നത്, പറയുന്നത് ഇല്ല പറയല്ലേ, എങ്ങനെ നീ നഷ്ടപാടിയായി പോകുന്നതാ, ഇല്ലെന്ന് പറഞ്ഞ നരകത്തിന്റെ അവകാശിയായി പോകുന്നതാ, നീ പടച്ചവനായി പോകുന്നതാ. വാപ്പയാണ് പറയുന്നത്, ഉമ്മയാണ് പറയുന്നത്, വെള്ളം തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ നിമിഷം നമ്മളെ പരാജയപ്പെടുത്താൻ അവർ പരിശ്രമിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ സഹായം വേണോ? ജീവിച്ചിരിക്കുന്ന കാലത്തവനെ പരാജയപ്പെടുത്താൻ കഴിയണം, അവനെ പരാജയപ്പെടുത്താൻ കഴിയണം, കൂടെ നടന്നാലും അവനെ തോൽപ്പിക്കാൻ കഴിയണം. എന്റെ പ്രിയമുള്ളവരെ, തെറ്റുകളിൽ നിന്ന് ഒഴിയാൻ കഴിയണം. എത്ര വലിയ അവസരങ്ങൾ കടന്നു വന്നാൽ ആ അവസരങ്ങൾ മുഴുവനും തട്ടിനീക്കാൻ കഴിയണം. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അല്ലാതെ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ നമ്മൾ കടന്ന് പിടയുന്നത് കാണുമ്പോ, ഈമാനില്ലാതെ ചത്തുപോകുന്നത് കാണുമ്പോ അവൻ നിന്ന് ചിന്തിക്കുകയാ, അവൻ നിന്ന് ആസ്വദിക്കുകയാ. എന്റെ ഈമാനോടുകൂടി ഒരു മനുഷ്യനെ മരിക്കുന്നത് കണ്ടാൽ അവനടുത്ത് വന്ന് നിന്നിട്ട് നമ്മുടെ ഈമാനെ തട്ടിപ്പളയ്ക്കാൻ നോക്കുമ്പോ, ശപിക്കപ്പെട്ടവര് ശപിക്കപ്പെട്ടവര് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിയിട്ട് അവനെ ആട്ടിപ്പായിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെട്ട കരയും ചെറുപ്പക്കാരാ, നെഞ്ചു പൊട്ടിയിട്ട് കരയുമോ? ഞാനും നിങ്ങളും ഈമാനോടുകൂടി മരിക്കുന്നത് കാണുമ്പോ അയനാട് ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് അവസാനത്തെ നാവ് കൊണ്ട് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് മരിക്കുമ്പോ കരയുകയാ. അള്ള പറഞ്ഞ അടിമ ഇവനാണല്ലോ, അള്ള പറഞ്ഞ അടിമ ഞാൻ തോറ്റുപോകുമെന്ന് അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണല്ലോ. ഇവന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ, ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ. നമ്മുടെ മുന്നിൽ തോൽവി സമ്മതിക്കുകയാണ്. തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാണ്, തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാ. അവൻ നെഞ്ചുപൊട്ടി കരയുന്നത് കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സാധ്യമല്ല സമ്മതങ്ങള് 33 വർഷം മുമ്പ് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനിൽ നിന്ന് പഠിച്ച 7ാമത്തെ അറിവെന്താ?
الشيطان لكم عدو فاتخذوه عدوا. ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ, ഏറ്റവും വലിയ ശത്രു ഇബ്ലീസാ. അതുകൊണ്ട് അവനോട് യുദ്ധം ചെയ്യൂ, അവനെ പരാജയപ്പെടുത്തൂ, അവനോട് പോരാടൂ, അവനെ തോൽപ്പിക്കൂ. എങ്കിലും ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. പടച്ചറപ്പേ, അവന്റെ ചതിയിൽ നിന്ന് നിങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഏതെങ്കിലും പാപത്തിലേക്ക് പെട്ടുപോകുമ്പോ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളെ നിങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ശൈത്താന്റെ അടിമകളാക്കല്ലേ അല്ലാഹ്. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. നീ ആദരിച്ച, നീ ഇഷ്ടപ്പെട്ട നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുകൊണ്ടെന്റെ പ്രിയമുള്ളവരെ, ഏഴാമത്തെ ഇൽമിതാണ് മഹാനായ ശരീക്കുമ്പൽ തങ്ങളുണ്ടല്ലോ. നിറയുകയാ, അവിടത്തെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. എന്റെ അടിമ ഇത്രയും നല്ലവനായിരുന്നു, എന്റെ ശിഷ്യൻ ഇത്രയും വലിയ പണ്ഡിതനായിരുന്നു. ശരീക്കുമ്പൽയുടെ കണ്ഠനം നിറയുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, മോനെ എട്ടാമത്തെ മസല എന്താ? എട്ടാമത്തെ മസല എന്താ? ജീവിതത്തിൽ മാറ്റം വരുന്ന 8 നന്മകളാ. അല്ലാഹുവേ, പഠിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അതിന്റെ കണ്ണുപോലും നിറഞ്ഞുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 8 ഇന്നെങ്കിലും പറഞ്ഞു നിർത്തവും തീരുമാനിച്ച, പക്ഷെ പറ്റിയില്ല. ഇന്നെങ്കിലും ഇത് നിർത്തവും തീരുമാനിച്ചു, കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. رحم റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല അല്ലാഹ്. ഞങ്ങളെ തെരഞ്ഞെടുത്തത് നീയാ അല്ലാഹ്. ഞങ്ങൾ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ തട്ടല്ലേ അല്ലാഹ്. ഇത് ഞങ്ങളുടെ യാചനയാണ് റബ്ബേ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, നന്ദികേട് കാണിച്ചു പോയി റബ്ബേ, പിഴവുകൾ സംഭവിച്ചു പോയി റബ്ബേ. ഇബ്ലീസ് ചതിച്ചതാ അല്ലാഹ്, സാഹചര്യം പാപങ്ങളിൽ എത്തിച്ചതാ അല്ലാഹ്. കുറ്റബോധമുണ്ട് റഹ്മാനെ, ഇനി മടങ്ങില്ലെന്നുള്ള തീരുമാനമുണ്ട് പടച്ചവനെ. ഞങ്ങൾക്കൊരവസരം താ റഹ്മാനെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു താ അല്ലാഹ്. നീ ഗഫൂറല്ലേ അല്ലാഹ്, നീ റഹീമല്ലേ അല്ലാഹ്, നീ കാരുണ്യവാനല്ലേ അല്ലാഹ്, നീ ദയാലുവല്ലേ അല്ലാഹ്. നിന്നെക്കാരും പൊറുക്കുന്ന ആരുമില്ലല്ലോ അല്ലാഹ്. നീ ഞങ്ങളുടെ റബ്ബാണല്ലോ അല്ലാഹ്, ഞങ്ങൾ നിന്റെ അടിമയാണല്ലോ അല്ലാഹ്. നീ ആട്ടിയാ ഞങ്ങൾ എവിടെ പോകാനാ അല്ലാഹ്. കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു താ റഹ്മാനെ. ഇവിടെ നിന്ന് മടങ്ങുമ്പോ ഹജ്ജ് ചെയ്തു വരുന്ന ഹാജിയെ പോലെ ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ പോകുന്ന വഴിയിൽ മരിച്ചാ സ്വർഗം തരണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് റബ്ബേ അല്ലാഹ്. അവര് മണ്ണിന്റെ അടിയിൽ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാ അല്ലാഹ്, ഒരുപാട് പട്ടിണി കിടന്നവരാ അല്ലാഹ്. ഞങ്ങളുടെ ശരീരം അവരുടെ സമ്പാദ്യമാ അല്ലാഹ്. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാന്. അവരുടെ മണ്ണറ മണിയറയാക്കണേ തമ്പുരാന്. അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാന്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാഹ്. വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്.
അല്ലാഹുവേ പടച്ചവനെ അവരുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ അല്ലാ. രോഗം തരുന്നവൻ നീയാണ് റബ്ബേ. അത് മാറ്റാൻ നിനക്കൊരു മരുന്നും വേണ്ടല്ലോ അല്ലാ. ശിഫദാ അല്ലാ, ആഫിയത്ത് ദാ അല്ലാ. അറുത്ത് മുറിക്കല്ലേ അല്ലാ. കരുണ കാണിക്ക് റബ്ബേ. കൈവിടല്ലേ റബ്ബേ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ തരല്ലേ അല്ലാ. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനയുണ്ട് റഹ്മാനെ. പടച്ചവരെ ശിഫയാക്ക് റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതമാക്കല്ലേ അല്ലാ. ഞങ്ങൾ മരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്നതിന് വേണ്ടി അവര് ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഞങ്ങളുടെ അങ്ങയുടെ അവസാനം നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ അല്ലാ. പടച്ചവനെ ഷഹാദത്ത് കലിമ പറയാ ഞങ്ങളുടെ നാവിന് ശക്തി നൽകണേ അല്ലാ. ശൈത്താന്റെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാ. ശൈത്താന്റെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാ. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു പോകുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. മയ്യത്ത് കാണുന്നവർ പേടിച്ചു പോകുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലാ. തൗബ ചെയ്യാതെയുള്ള മരണം തരല്ലേ അല്ലാ. തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. കടങ്ങളൊക്കെ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. ഈ ഉപ്പമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. നിന്നെ മറക്കുന്നവരാക്കല്ലേ അല്ലാ. നിന്നെ മറക്കുന്നവരാക്കല്ലേ അല്ലാ. മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരാക്കണേ അല്ലാ. ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ. അവരുടെ തർബിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ നാഥാ. ജനങ്ങളെ കാണിക്കാതെ കബറടക്കുന്ന അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിൽ 100-ൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ റബ്ബേ. ജീവിച്ചു കൊതി തീർന്നിട്ടില്ല നാഥാ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവെക്കല്ല റബ്ബേ. അല്ലാഹുവേ അങ്ങനെ ഒരു പരീക്ഷണം തരല്ലേ അല്ലാ. നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. കരുണക്കടലായ റബ്ബേ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. മണിക്കൂറുകളായിട്ട് ഈ ദുആയിക്കൊരാമീൻ പറയാൻ കാത്തിരിക്കുന്ന 100 കണക്കിന് പാവങ്ങളുണ്ട് തമ്പുരാനെ. അവരുടെ കണ്ണുകൊണ്ട് മുത്തുനബിയെ കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. കഅബാലയം കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. റൗദാ ശരീഫ് കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. നിന്റെ സ്വർഗം കാണാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ കടങ്ങൾ മാറ്റണേ അല്ലാ. അവരുടെ പ്രതിസന്ധികൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക ചോദിക്കുമ്പോ അല്ലാഹുവേ എവിടെയൊക്കെയോ നിന്ന് ഒരുപാട് പേര് സദക്ക ചെയ്യുന്നുണ്ട് തമ്പുരാരെ. സ്വീകരിക്കണേ തമ്പുരാരെ. അവരുടെ ഖൈർ അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ തമ്പുരാരെ. കടങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ തമ്പുരാരെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാരെ. വസ്തുവിന്റെ കച്ചവടങ്ങൾ എളുപ്പത്തിലാക്കണേ തമ്പുരാരെ. അനുയോജ്യരായ വധുവരന്മാരെ നൽകണേ തമ്പുരാരെ. അല്ലാഹുവേ
അജ്മൽ എന്ന സഹോദരൻ നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാന്. അല്ലാഹുവേ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര്, അവർക്ക് മരിക്കുമ്പോ ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ മഹാന്മാരുടെ ഖബർ സിയാറത്തിന് വേണ്ടി ഇറങ്ങുകയാ അല്ലാ. നീ ഖൈറിലാക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. അമീർ നീയാകണേ അല്ലാ. എല്ലാവിധ വഴികളും തുറക്കണേ അല്ലാ. എല്ലാ മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. മഹാന്മാരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഈ ദുആയ കബൂലാക്കണേ തമ്പുരാനെ. സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ കുടുംബത്തിലൊരു സഹോദരി പടച്ചവനെ പട്ടി കടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലാ റബ്ബേ. ആ പൊന്നു പെങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. പടച്ചവനെ ഒരു പ്രയാസവും വരുത്തല്ല റബ്ബേ. സമാധാനം നൽകണേ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ വിപത്തുകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഭാര്യയുടെ ഉപ്പാട മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഉമ്മായിക്കും കൂടപ്പിറപ്പുകൾക്കും ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, സ്വർഗത്തിലും ഞങ്ങളെ ജോഡികളാക്കണേ അല്ലാ. എൻ്റെ പൊന്നുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തി തരണേ റബ്ബേ. അഹങ്കാരം തരല്ലേ അല്ലാ. പടച്ചവനെ, നിന്നോട് ഒരുപാട് നന്ദികേട് കാണിച്ചവനാ അല്ലാ. നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ. എൻ്റെ രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരവസരം നൽകണേ തമ്പുരാനെ. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. വെറും വഅദ് പറയുന്നവനാക്കല്ലേ അല്ലാ. വഅദ് പറഞ്ഞ് ജനങ്ങളെ നന്നാക്കിയിട്ട് നരകത്തിൽ പോകുന്നവനാക്കല്ലേ അല്ലാ. എന്ത് ചെയ്താലും ഇഖ്ലാസ് തരണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് പാവങ്ങൾ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട് റഹ്മാനെ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കാർക്കും നീ വൈറസ് രോഗം നൽകല്ലേ അല്ലാ. നിന്റെ കാവൽ നൽകണേ അല്ലാ. ഈ പള്ളി ഞങ്ങൾ കാരണം അടച്ചിടേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഈ ദുആ സ്വീകരിക്കണേ നാഥാ. ഇത് അവസാന ദുആക്കല്ലേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ പടച്ചവനെ. ഈ പള്ളിയുടെ പണി നീ എളുപ്പത്തിലാക്കണേ അല്ലാ. ഒരു തടസ്സവും വരുത്തല്ലേ അല്ലാ. എല്ലാ വഴികളും തുറക്കണേ അല്ലാ. പടച്ചവനെ, സ്വന്തം കൈകൊണ്ട് ആയത്തുൽ കുർസി എഴുതി തന്ന പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ഇവിടെ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ റഹ്മാനെ. നിന്റെ കാവൽ നൽകണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أرحم الرحيم يا الله. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് 3.4 ലക്ഷം സ്വലാത്ത് പറഞ്ഞവരാ റഹ്മാനെ. അവരനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിൻ്റെ വെളിച്ചം അവരുടെ ജീവിതത്തിൽ കൊടുക്കണേ റഹ്മാനെ. അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബന
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇനി വെള്ളിയാഴ്ച രാത്രി